ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരോമ ടി വിയിൽ പ്രത്യേകം ഞങ്ങളെ അടിയനെ ക്ഷണിച്ചതിനായി ഞാൻ വന്ദനം ചെയ്യാണ്. ദൈവം ചെയ്ത സാക്ഷികൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറയുവാൻ തക്കവണ്ണം ദൈവം അടിയനെയും ഈ ടി വിയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാണ്. അടിയൻ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്താം. അടിയന്റെ ബാല്യകാലങ്ങൾ. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജീവിച്ചു. ഒരു 18 വയസ്സാവുന്നവരെ ഹിന്ദു കുടുംബത്തിൽ ജീവിച്ചു. അവിടുന്ന് ഞാനൊരു മുസ്ലിം സഹോദരനെ വിവാഹം കഴിച്ചു. ഞാൻ അന്ന് മുതൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാൻ ഇടയായി. ഞങ്ങൾ 7 മക്കളുണ്ട്. ഞങ്ങൾ 5 പെണ്ണും 2 ആണുമാണ്. 2 പേരും മിലിറ്ററി ജോലിക്കാരായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു, ഒരാൾ റിട്ടയർഡായി വന്നിട്ടുണ്ട്. ആ സഹോദരനും ഇപ്പോൾ വിശ്വാസത്തിലാണ്. IPC സഭ, കോട്ടക്കൽ IPC സഭയിലെ പാസ്റ്ററായി ഇരിക്കുന്നു. സേതുമാധവൻ. അവർക്ക് ഭാര്യയും 2 മക്കളും 3 മക്കളും ഉണ്ട്. അവരെ സുഖമായി പോകുന്നു. എൻ്റെ 2 അനിയത്തിമാരുണ്ട്. എനിക്ക് 2 അനിയത്തിമാർ വിശ്വാസത്തിലാണ് കടന്നു വന്നത്. അവർ 2 പേരും, ഒരാൾ തിരൂരുണ്ട്, ഒരാൾ പെരിന്തൽമണ്ണയിലുണ്ട്. എൻ്റെ അമ്മ വിശ്വാസത്തിൽ കടന്നു വന്നു. 10 വർഷം സ്നാനപ്പെട്ടതിന് ശേഷമാണ് അമ്മ മരണപ്പെട്ടു പോയത്. 5 വർഷമായി അമ്മ മരണപ്പെട്ടു പോയിട്ട്. പിന്നെ ഞാൻ ജീവിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന പ്രദേശത്താണ് ഞാൻ ജീവിച്ചു വളർന്നു പോകുന്നത്. എനിക്ക് അവിടെ ഒത്തിരി കൂട്ടുകാരുണ്ടെന്ന് പറയുവാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ കഷ്ടത്തിലും ഇതിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേറിട്ട് പോകുന്നതിന് ശേഷം എനിക്ക് കൂട്ടം കുടുംബമൊന്നും ഇല്ലാതെ ആയി. എങ്കിലും എൻ്റെ സഹോദരിമാരെ പോലെ എൻ്റെ കൂട്ടുകാരെ എനിക്ക് കാണുവാനും അവരോട് പരിചയപ്പെടുവാനും സ്വയം എനിക്ക് പങ്കുവയ്ക്കാനും എല്ലാം ദൈവം സഹായിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ ആ സമയങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം വിവാഹം കഴിച്ചു. എനിക്ക് 2 മക്കളുണ്ട്. മക്കളുടെ കൊച്ചുമക്കളുമായി അവര് സുഖമായി ജീവിക്കുന്നു. അവരാരും വിശ്വാസത്തിലല്ല, ഞാൻ മാത്രമേ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുള്ളൂ. അവിടെ ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വന്നെങ്കിലും ദൈവം, സർവശക്തനായ ദൈവം ഉയർത്തി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ അന്നും ഇന്നും പറയാനുള്ളത് എനിക്ക് ദൈവത്തെ ഉയർത്തുക എന്ന് മാത്രമാണ്. അന്ന് മുതൽ ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നു. മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. കണ്ണൂരിൽ നിന്നാണ് ഞാൻ സ്നാനപ്പെട്ടത്. 2016 ജൂണിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം വീട്ടിൽ നിന്ന് മക്കളെ എന്നെ ഉപേക്ഷിക്കപ്പെടുവാനിടയായി. ഞാൻ അവിടെ ഇവിടെയെല്ലാം ജീവിച്ചെങ്കിലും ഞാൻ സഹോദരനെ വിശ്വാസത്തിലായതുകൊണ്ട് ഞാൻ സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു വരും, സഹോദരിമാരുടെ വീട്ടിലേക്ക് കടന്നു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ച് ഞാൻ താമസിക്കുന്ന വീടിന്റെ ഒരു സൈഡ് ഒരു ഷെഡ് പണിത് അവിടെ താമസിക്കാൻ ദൈവം ഇടയാക്കി തന്നു. ദൈവം ചെയ്ത ഓരോ മഹത്വത്തിനും എനിക്ക് നന്ദി, അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. സ്തോത്രം. അങ്ങനെ എൻ്റെ കുടുംബകാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. പിന്നെ സ്തോത്രം. മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം, ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ ഞാൻ കർത്താവിനോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ. കർത്താവെ, അങ്ങയുടെ വേല ഞാൻ ചെയ്തു കൊള്ളാമെന്നാണ്. എന്താണ് അങ്ങയുടെ വേല എന്ന് എനിക്കറിയില്ലെങ്കിലും കർത്താവ് എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി. ഓരോ ദിവസങ്ങളും കർത്താവ് എന്നെ പഠിപ്പിച്ച്, വചനത്തിലൂടെ പഠിപ്പിച്ച് എന്നെ ഉറപ്പിക്കാൻ ഇടയായി. അന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ അങ്ങനെ വന്നാൽ ഞാൻ വിശ്വസത്തിൽ കടന്നു നിൽക്കില്ല എന്ന് പറയാനിടയായി. ഞാൻ അന്നും ഇന്നും ഞാൻ പൂർണ്ണമായും അബ്രഹാമിനെ വിടുവിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം, ഒരു ഏക സത്യ ദൈവം എന്ന് മാത്രമാണ് എന്റെ ചിന്തയിൽ വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്റെ കർത്താവിനെ ഉപേക്ഷിച്ചിട്ടുള്ള വേറൊരു ജീവിതം എനിക്കില്ല. എന്റെ കർത്താവ് മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഗൾഫിലേക്ക് കടന്നുപോയി. ഗൾഫിൽ നിന്നും ഞാൻ രോഗിയായി മാറി. ഞാൻ ബ്ലഡ് ക്യാൻസറായി മടങ്ങി വന്നു. അതുപോലെ തന്നെ 10-18 വർഷം ശ്വാസമുട്ടായി മടങ്ങി വന്നു. കണ്ണിന് 2 കാഴ്ചയും നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ആ കാര്യത്തിൽ നിന്നെല്ലാം എന്റെ കർത്താവിന് എത്രമാത്രം എനിക്ക് നന്ദി പറഞ്ഞാലും എനിക്ക് തീരാത്ത സന്തോഷമാണ്. കാരണം കർത്താവിനോടുകൂടി കർത്താവിനോടുകൂടി പറ്റിയിരുന്നത് പോലെ പറ്റിയിരിക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചൊരുക്കിയിരിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത് മാത്രമാണ് ഞാൻ പറയാറുള്ളത്, കർത്താവിനോട് കൂടി പറ്റിച്ചേർന്നിരിക്കാൻ. അങ്ങനെ എൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഞാൻ വരുവാനിടയായി. ഞാൻ വളരെയധികം പ്രയാസത്തിലും പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും എന്നെ എൻ്റെ സഹോദരനും സഹോദരിമാരും ഒരുമിച്ച് എനിക്ക് എൻ്റെ ഒരപ്പന്റെ മക്കളായി കാണുവാൻ എനിക്ക് ഇടയാക്കി തന്നു. അവര് നല്ല കൂട്ടായ്മ. അതുപോലെ തന്നെ സ്നാനപ്പെട്ടതിന് ശേഷം 2 പ്രാവശ്യം മാത്രമാണ് ഞാൻ ആരാധനയ്ക്ക് കടന്നു പോവാത്തത്. അതെനിക്കൊരു മഞ്ഞപ്പിത്തം ഉണ്ടായി അതിന് ശേഷം. അതല്ലാതെ ഞാൻ എന്ത് ജോലിയാണെങ്കിലും എവിടെ ഞാൻ പോവുകയാണെങ്കിലും ആരാധന ഉപേക്ഷിക്കുന്ന ഒരു ഇതല്ല. ഞാൻ ആരാധന കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ രാവിലെ എഴുന്നേറ്റാൽ പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന, ആരെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥന, അതല്ല. ദൈവം എനിക്ക് ചെയ്തത്, എൻ്റെ 2 കണ്ണിന് കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ കണ്ണിന് 2 കണ്ണിന് കാഴ്ച തന്നു.
അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ 10 വർഷമായി എന്റെ കണ്ണട ഊരി വെച്ചിട്ട്. 95 ഞാൻ കണ്ണട വെച്ചിരുന്നു. 2016 ഞാൻ എനിക്ക് ഡോക്ടറെ അടുത്ത് ഒന്ന് കാണിക്കുമ്പോൾ എന്റെ കണ്ണിൽ തിമിര രോഗമാണ്, എനിക്ക് കണ്ണ് കാഴ്ച ഉണ്ടാവില്ല, ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഊരി വെച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് ഞാൻ ഡോക്ടറോട് പറയുള്ളൂ. ഞാൻ അന്ന് വരുമ്പോൾ വെറും ബിസി ആയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ വന്നപ്പോൾ 2016 വന്നപ്പോൾ ഞാൻ കർത്താവിന്റെ മകളായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എന്റെ അപ്പൻ എനിക്ക് വചനം വായിക്കുവാൻ ഈ കണ്ണട ഇല്ലാതെ തന്നെ എന്നെ ഉറപ്പിക്കുമെന്ന് പറയുവാനിടയായി. 10 വർഷം ഞാൻ ഈ കണ്ണട മാറ്റി വെച്ചതിന് ശേഷം ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് ഞാൻ കണ്ണട വെക്കാൻ ഇടയായത്. കാരണം എനിക്ക് പ്രഷർ താഴുവാൻ ഇടയായി, കണ്ണ് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായി. അപ്പോഴും ഞാൻ കർത്താവെ, എനിക്ക് കണ്ണിന് മരുന്ന് ഒറ്റിക്കാനോ കണ്ണട വെക്കാനോ അങ്ങ് അനുവദിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സഹോദരന്റെ ഇതും പിന്നെ വാക്ക് കേട്ടിട്ട് ഞാൻ അത് കണ്ണട എടുത്ത് ഉപയോഗിക്കാൻ തോന്നി. അന്ന് അതിന് ശേഷം എനിക്ക് കണ്ണട പിന്നെ ഇപ്പൊ വായിക്കാനൊന്നും എനിക്ക് കണ്ണടേന്റെ ആവശ്യമില്ല. പക്ഷേങ്കിലും ഞാൻ അത് തലവേദന മാറിപ്പോകാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ദൈവം ഇത്രത്തോളം ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ എന്നിൽ നിന്ന് മാറ്റുവാൻ ദൈവം ഇടയാക്കി. അതേപോലെ തന്നെ എനിക്ക് ശ്വാസമുട്ട് മാറുവാൻ ഇടയായി. എല്ലാം എന്റെ കർത്താവിന്റെ ഒരു കരമാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത്. ഞാൻ എന്തൊരു കാര്യത്തിനും കർത്താവിനോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ അപ്പൻ എന്റെ കൂടെയാണ് എന്നുള്ളത് നല്ല ഓർമ്മ എനിക്കുണ്ട്. കാരണം ഓരോ സ്ഥലങ്ങളിലും വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്നെ. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കർത്താവ് മാത്രമാണ്. ഒരു ഹിന്ദുവായി ജീവിച്ചു, ഒരു മുസ്ലിംസായി ജീവിച്ചു, ഒരു ഹജ്ജ് കർമ്മങ്ങൾ ഒരു ഉംറ ചെയ്യുവാൻ ഇടയാക്കി. ഇതെല്ലാം ദൈവം എനിക്ക് ഒരുക്കി തന്നെങ്കിലും ദൈവ സത്യത്തെ എനിക്ക് അറിയുവാൻ ഇടയായി. ആ സത്യം എനിക്ക് മറ്റുള്ളവരോട് പറയുക എന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകുമ്പോൾ സുവിശേഷം പറയുവാൻ ഞാൻ കോട്ടയ്ക്കൽ വിശ്വാസയാത്ര മിനിസ്ട്രി ബിജു സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം പലയിടങ്ങളിലും സാക്ഷിയായി എന്നെ വിടുവാൻ ഇടയായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, തമിഴ്നാടിന്റെ അറ്റം വരെ പോവാൻ ദൈവം ഇടയാക്കി തന്നു. ഇപ്പോഴും ദൈവം 8-ാം തീയതി യാത്ര തുടരാനുണ്ട്. ദൈവം സഹായിക്കണം. ആ വിഷയങ്ങളെല്ലാം ഓർത്ത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു. കുട്ടികൾ 2 പേരും വിവാഹിതരാണെങ്കിലും ആ മക്കൾ 2 പേരും മുസ്ലിം ആയിട്ട് തന്നെ ജീവിക്കുന്നത്. അവരെ ഓർത്തും അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. അവര് സത്യദൈവത്തെ അറിയണം. ഒരു മനുഷ്യന്റെ ഒരു ആത്മാവിന്റെ വില ലോകത്തേക്കാൾ വിലയേറിയതാണ്. ആ വിലയേറിയ ആത്മാവിനെ വീണ്ടെടുക്കാൻ നമ്മളെ ദൈവം അയച്ചിരിക്കണം. അപ്പൊ നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളിലേക്ക് കൊടുക്കുക എന്നതാണ് എന്റെ. അപ്പോ ദൈവം എനിക്ക് തന്ന എല്ലാ സഹായത്തിനും എല്ലാം, എന്റെ രോഗശാന്തിക്കും എല്ലാം ദൈവം എനിക്ക് ചെയ്യുന്ന വളരെ ഉപകാരത്തിന് നന്ദി പറയുവാൻ എനിക്ക് വാക്കുകൾ പോരാ. അതേപോലെ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോഴും എന്റെ മക്കൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കുവാൻ ഇടയായി. അപ്പോൾ അവരെല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തുവാൻ എനിക്ക് ആരോഗ്യം തന്നു. അവരെല്ലാ ആവശ്യങ്ങളും നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത്. പിതാവ് ആകർഷിക്കാതെ പുത്രൻ ചുംബിപ്പാൻ കഴിയില്ല. ആ പിതാവിനെ ആകർഷിക്കാൻ ഞാൻ കുട്ടിക്കാലം മുതൽ ദർശനം കണ്ടവളായിരുന്നു. ജോസഫ് സ്വപ്നം കണ്ടതുപോലെ സ്വപ്നത്തിൽ ഉളവായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെല്ലാവരും കളിയാക്കാറുണ്ട്. പക്ഷെ ദൈവം ആ സത്യം എനിക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി. ആ സന്തോഷത്തിലാണ് ഞാൻ എപ്പോഴും. കാരണം ദൈവത്തോട് നമ്മളെ പറ്റി കൂടിയിരിക്കുമ്പോൾ അത്യുന്നതിന്റെ മറവിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആ കീഴിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ തന്ന ആരോഗ്യത്തിനായി ബലത്തിനായി എന്നും ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ജോലിയോ കാര്യങ്ങളോ, എന്നാൽ ജോലി വേണം, ജീവിതം വേണം, എല്ലാ കാര്യങ്ങളും വേണമെങ്കിലും കർത്താവിനെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ജീവിതം എന്റെ ജീവിതത്തിൽ ഇല്ല. ആ ദൈവത്തെ മറ്റുള്ളവർ അറിയണം. എന്റെ രോഗസൗഖ്യം കേട്ട് മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം. കാരണം ഒരു ഡോക്ടർമാർ വിധി എഴുതിയതാണ്, 2 ഡോക്ടർമാർ വിധി എഴുതിയതാണ് എന്റെ കണ്ണിന് നഷ്ടപ്പെട്ടു പോയിന്ന്. ഇന്നും ഞാൻ കണ്ണടയില്ലാതെ സൂചി കോർക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്റെ ദൈവം എനിക്ക് സഹായിച്ചു. എല്ലാ ഇടങ്ങളിലും പോകുമ്പോഴും ഞാൻ കണ്ണട വെച്ചിട്ട് അല്ലായിരുന്നു പോയിരുന്നത്. ഇന്ന് മാത്രമാണ് ഞാൻ കണ്ണട വെച്ചത് ഈ തലവേദന ഒന്നും വ്യത്യാസം വരാൻ വേണ്ടി. അപ്പൊ ദൈവം നമുക്ക് ചെയ്തു തന്ന പല ഉപകാരങ്ങളും നമുക്ക്. അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തോട് എന്താണ് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വായെ വിസ്താരമാക്കി തരും. നമ്മൾ വായ തുറക്കാൻ, നമ്മൾ രക്ഷിക്കപ്പെട്ട ഇത് മറ്റുള്ളവരോട് പകരുവാൻ, അത് പറയുവാൻ നമ്മൾ അതിന് ജാഗ്രത കാണിച്ചെങ്കിൽ മാത്രമേ നമ്മളെ കർത്താവ് വിളിച്ചത് എന്തിനാണ്? ഈ കർത്താവ് വിളിച്ചു, ഞാൻ സ്നാനപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഭവനത്തിൽ ഇരിക്കാനല്ല. നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലിലും നമ്മൾക്ക് അധികാരമുണ്ട്, കർത്താവ് തന്നതാണ്. അതുകൊണ്ട് നമ്മൾ പലയിടങ്ങളിലും പോയി നമ്മൾ കർത്താവിന്റെ വേല ചെയ്യാം. അങ്ങനെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്നു. ദൈവം
ധാരാളം അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ രോഗസൗഖ്യത്തെ ദൈവം ചെയ്തെന്ന ഒത്തിരി ഉപകാരങ്ങൾ എന്ന് പറയുവാൻ, എനിക്കൊരു ഭവനമില്ലായിരുന്നു, ഒരു ഭവനം ദൈവം തരുവാനിടയായി. അതുപോലെ തന്നെ മക്കളെല്ലാവരും എന്നെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ആ മക്കളെല്ലാവരും ഒത്തുചേർന്ന് പിടിക്കുവാനിടയായി. കുടുംബാദികൾ ഒത്തുചേർന്ന് പിടിക്കുവാനിടയായി. എന്റെ അയൽവക്കങ്ങളെല്ലാം ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവ് നമ്മൾ ആ ദേശത്ത് പറിച്ചു നട്ടെങ്കിൽ പറയിൻ കീഴിൽ വെക്കുന്ന വിളക്കായിട്ടില്ല, തണ്ടിൻ മുകളിൽ വെക്കുന്ന വിളക്കായും മാറുവാൻ തക്കവണ്ണം കർത്താവ് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരാത്ത സന്തോഷം ഉണ്ട്. അതുപോലെ തന്നെ രോഗസൗഖ്യം എന്ന് പറഞ്ഞു എല്ലാവരും മരുന്നിനെ കീഴ്പ്പടങ്ങുമ്പോൾ, ഡോക്ടർമാരെ കീഴ്പ്പടങ്ങുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ ഇരുന്ന് മുട്ടുമുട്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അതിനുള്ള തക്ക മറുപടി കർത്താവ് തന്നു. ആ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. കാരണം എന്റെ ബ്ലഡ് ക്യാൻസർ എനിക്ക് മാറുവാനിടയായി. ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല. പ്രാർത്ഥന, ഒരു കടുപ്പം കൂട്ടം പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥന വിഷയം മറ്റുള്ളവരോട് പറയുമ്പോൾ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ടെസ്റ്റ് മാത്രമേ നടത്തുള്ളൂ, ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കാൻ ഇടയായില്ല. അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസം പറയാൻ എനിക്കില്ല, ഒരു യോഗ്യത എനിക്ക് പറയാനില്ല. കർത്താവ് സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാൻ ഇടയായി. അപ്പോ അവിടെ എല്ലാം എനിക്ക് ഒരു ലെറ്റർ എഴുതാൻ അറിയില്ലായിരുന്നു, ഒരു ലെറ്റർ എഴുതി വായിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഈ തിരുവചനം നമ്മൾ കയ്യിൽ ഏന്തിയപ്പോൾ ആ തിരുവചനം നമ്മളെ വായിപ്പാൻ ദൈവം പഠിപ്പിച്ചു. ദൈവം ഓരോ ദിവസങ്ങളും ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. ആ ദൈവത്തിന് നന്ദി മാത്രം എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല എനിക്ക് പറയാൻ. അതേപോലെ തന്നെ ദൈവം ചെയ്തു തന്ന ഒത്തിരി ഉപകാരങ്ങളും ഒത്തിരി മഹത്വങ്ങളും നമുക്കുണ്ട്. കാരണം ഈ രോഗം ഇതൊന്നും കൂടാതെ എന്റെ 2 കൊച്ചുമക്കൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ വന്നു. ആ മാനസിക പ്രശ്നങ്ങൾ വന്നപ്പോൾ എവിടെ എന്നെ തൊട്ടാലും എന്നെ പിടിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ഒരാളോട് സുവിശേഷം പറയാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെല്ലാ ദൈവത്തിന് നമ്മൾ ആരാധിക്കുന്നവനാണെന്ന് പറയുന്നത് പോലെ ഞാനും പറയുവാൻ ഇടയായതാണ്. അങ്ങനെ ഈ കൊച്ചുമക്കൾക്ക് 2 പേർക്കും രോഗാവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് മാത്രം നിലവിളിക്കാൻ ഇടയായി. എനിക്ക് ഇവിടെ കിടന്ന് ഈ ഭൂമിയിൽ കിടക്കണ്ട, എനിക്ക് മരണം മാത്രം എന്റെ കണ്ണിന് മുമ്പിൽ കൊണ്ട് കിടന്ന ഞാനാണ്. അന്നേരം ഒരു ശാന്ത ചേച്ചി, പട്ടാമ്പിയിലുള്ള ശാന്ത ചേച്ചി എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനിടയായി. ക്രിസ്ത്യ, നിന്നെ ദൈവം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നീ വിളിച്ച ദൈവം വിളി കേൾക്കുന്നതാണ് എന്ന് പറയുവാനിടയായി. ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുവാനിടയായി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 2016 ജൂൺ മാസത്തിൽ വീട്ടിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിപ്പാനിടയായി. 2 കൊച്ചുമക്കളുടെ മാനസികമായ പ്രശ്നങ്ങൾ തീരുവാനിടയായി. എന്റെ ദൈവത്തിന് എത്ര നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ഒരു മരുന്ന് കൊടുത്തിട്ടില്ല, ഒരു ഡോക്ടറെ കാണിച്ചിട്ടില്ല, ഒന്നും ചെയ്യാതെ തന്നെ 2 മക്കളുടെ മാനസികമായ രോഗങ്ങളെ തീർക്കുവാൻ ദൈവം ഇടയാക്കി തന്നു. ഇതിലും വലിയ ദൈവം എവിടെയാ ഉള്ളത്? കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മളെ സഹായിപ്പാൻ. എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ കർത്താവിനെ മാത്രം വിളിച്ച് നിലവിളിക്കുക. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അരുമടേവിയിൽ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, സത്യദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിപ്പാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, എനിക്ക് സ്വർഗരാജ്യം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത് എന്തായെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് കർത്താവ് സംസാരിക്കാൻ ഇടയായി. മത്തായി 6:33 എടുത്ത് വായിക്കുവാൻ ഇടയായി. ദൈവത്തിന് വേണ്ടി നിന്ന് കൊടുക്കുമ്പോൾ ദൈവ സകലതും നമുക്ക് നിവൃത്തിയാക്കി തരും എന്നുള്ളത് ഞാൻ ആ വാക്കിൽ നിന്ന് ഞാൻ പഠിക്കുവാൻ ഇടയായി. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ കർത്താവിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നു അതെല്ലാം, നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം നമുക്ക് വരും, അതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുമ്പാകെ നമുക്ക് നിൽക്കുവാൻ ദൈവം തന്ന ആയുസ്സിന്, ആരോഗ്യത്തിന്, ബലത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. ഒരു വാക്കുകൊണ്ട് ആയിരം നന്ദി പറയുന്നതല്ല എന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത്രത്തോളം എന്റെ ഒരു സഹോദരനെ പോലെ, എന്റെ ഒരു പിതാവിനെ പോലെ എനിക്ക് എന്റെ കർത്താവിനോട് കൂടി ചേരാൻ മാത്രമാണ് എന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് ദൈവം ഇന്നോടും എന്നെ സഹായിച്ചു. ഇനിയും കടന്നു പോവാൻ, പലയിടങ്ങളിൽ കടന്നു പോകുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം ഫലവും കർത്താവ് തരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച നമ്മുടെ ആരോഗ്യ ടിവിയിലുള്ള പാസ്റ്റേയും അതുപോലെ തന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത പാസ്റ്റേയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ടിവിയിൽ വന്നിട്ട് ഒന്ന് പറയുവാനോ അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് യോഗ്യതയില്ല. പക്ഷെ ആ യോഗ്യതയില്ലാത്ത സ്ഥലത്ത് കർത്താവിനെ യോഗ്യതയാക്കി നിർത്തിയതിന് ആയിരം നന്ദി. എനിക്ക് എല്ലാ പ്രേക്ഷകരോടും ഞാൻ എന്റെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഈ കേട്ടിരിക്കുന്ന എല്ലാവരും സത്യദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, നമ്മുടെ ജീവിതം അതിന് മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. സമാധാനത്തോടുകൂടി
എല്ലാവരെയും കർത്താവിന്റെ സമാധാനമാണ് നമ്മുടെ സമാധാനം തന്നിരിക്കുന്നത്. നമുക്ക് സമാധാനം തന്നിച്ചു പോയ കരുമനാഥനെ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ, നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പൊ ചാങ്ങ് കർത്താവ്, ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഈ അരുമട്ട ടിവിയിൽ കർത്താവെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ദൈവം കർത്താവെ ഹല്ലേലൂയ നിങ്ങളെ കർത്താവെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ. ഈ കർത്താവ് ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ കർത്താവെ കേട്ടു മറ്റുള്ളവരിലേക്ക് കർത്താവ് ഹല്ലേലൂയ അതൊരു അനുഭവ പാഠമായിരിക്കാൻ കർത്താവ് ഹല്ലേലൂയ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സത്യദൈവത്തിലേക്ക് കർത്താവ് കടന്നു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയങ്ങളെയും കുടുംബങ്ങളെയും കർത്താവെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. എല്ലാവരും കർത്താവെ ഹല്ലേലൂയ ഈ സാക്ഷ്യം കേട്ട് എല്ലാവരും സത്യദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.